മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഈ തലമുറകൾ വ്യത്യാസമില്ലാതെ എല്ലാവരുമായും വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ നിലയിൽ തലമുറകളെ ഒപ്പം നിർത്തിയ എല്ലാവരോടുമായും ഇഴയടുപ്പത്തോടെ ആശയവിനിമയം സാധ്യമായ ഒരു ഒരു ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സാങ്കേതിക പ്രവർത്തകരും നടീനടന്മാരും ഉൾപ്പെടെ അദ്ദേഹത്തെ കാണാൻ ഇവിടെയും ടൗൺ ഹാളിലുമായി ഓടിയെത്തിയത്. അവരുടെ തിരക്കുകൾക്കിടയിലും ആ വീടിന് മുന്നിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ വിനീതിനെയും ധ്യാനിനെയും നമ്മൾ കാണുന്നുണ്ട്. കർമ്മങ്ങൾ അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്, ഒരുക്കങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ ഇനിയിപ്പോൾ അത്തരം ചില കർമ്മങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള തയ്യാറെടുപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വിനീതും ധ്യാനും കൊച്ചുമക്കളും അവരെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അന്ത്യകർമ്മങ്ങൾക്ക് ഒരു പക്ഷേ അവർ തയ്യാറെടുക്കുകയാണ്. ചിതയുടെ മുന്നിൽ അവരെത്തുന്നുണ്ട്. അവിടെ മൃതദേഹം ചിതയിലേക്ക് വയ്ക്കുന്നതിന് മുമ്പുള്ള ചില കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അതിന് ഇതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മൃതദേഹം അവിടെ കൊണ്ടുപോവുകയാണ്. അതിന് വീടിന് ഉമ്മറത്തേക്ക്, വീടിന് മുൻവശത്തേക്കാണ് കൊണ്ടുപോകുന്നത്. വീടിൻ്റെ പുറത്തെ വഴിയിലൂടെയായിരുന്നു മൃതദേഹം കൊണ്ടുവന്നത്. അത് ആ ചിതയിൽ വെൽക്കുന്നതിന് മുമ്പ് ചില കർമ്മങ്ങൾ ബാക്കിയുണ്ട്. പോലീസിൻ്റെ സേനാ വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുണ്ട്. അത് ചിതയ്ക്ക് മുന്നിലായിരിക്കും. അതിനു മുമ്പ് ചില കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അതിനുവേണ്ടി മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ ചിതയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് വീടിൻ്റെ ഉമ്മറത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ ഒരു പ്രത്യേക പീഠം തയ്യാറാക്കി വച്ചിരുന്നു. ആ പീഠത്തിലേക്ക് ആ മൃതദേഹം കിടത്തും. അവിടെ ചില ചടങ്ങുകൾ ബാക്കിയുണ്ട്. അവിടെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഇനി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവസരം കിട്ടുന്നത്. വീടിനകത്തേക്ക് ഇനിയും ആർക്കും പ്രവേശനമില്ല. ഈ മതിലിന് പുറത്തും ഗേറ്റിനകത്തുമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു അവസരം കൂടിയാണ് ഈ വീടിന് മുൻവശത്ത് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന ആ സമയം. അവിടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഏതാണ്ട് 8:30 വരെ, 8:15 വരെ ഈ വീട്ടിൽ അദ്ദേഹം വളരെ സജീവമായി ഉണ്ടായിരുന്നു. ഭാര്യയുമായി സംസാരിച്ച് ഇരുവരും ഒരുമിച്ച് ആശുപത്രിയിലേക്ക് ഇറങ്ങിയതാണ്. അതിന് തൊട്ടു മുമ്പൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെയായി കുടുംബാംഗങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിതാ 24 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ മൃതദേഹമാണ് വീടിന് മുറ്റത്ത് കൊണ്ടുവരുന്നത്. ശ്രീനിവാസൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, മരിക്കാൻ ഏത് മണ്ടനും പറ്റും, എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ഏത് മണ്ടനും എപ്പോൾ വേണമെങ്കിലും മരിക്കാം, മരണം വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ് എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതൊരു എളുപ്പമുള്ള പ്രക്രിയയായി എന്നാണ് നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡയാലിസിസിന് വേണ്ടിയായിരുന്നു. കൊണ്ടുപോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടായത്. ആ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വളരെ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഏതാണ്ട് 8:45 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്. അത് കഴിഞ്ഞ് 24 മണിക്കൂർ പിന്നിടുകയാണ്. ആ വീടിന് മുറ്റത്ത്, ആ വീടിൻ്റെ ഉമ്മറത്ത് വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അവിടെ ചില കർമ്മങ്ങൾ ബാക്കിയുണ്ട്. മക്കൾ വിനീതും ധ്യാനും ചെറുമക്കളും കൊച്ചുമക്കളെയും നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അവർ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിതയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പാവകജ്വാലകൾ ഏറ്റുവാങ്ങും. 10 മണി കഴിഞ്ഞ് 10:10 സമയം. 10 മണിയോടെ സംസ്കാര ചടങ്ങുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അധികം വൈകില്ല എന്നാണ് തോന്നുന്നത്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ ആദ്യഘട്ടം പുരോഗമിക്കുകയാണ്, അത് തുടരുകയാണ്. എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമാണ്. ഈ ആളുകളെയൊക്കെ മാറ്റുക എന്നത്, അവർക്കിടയിലൂടെ ഈ കർമ്മങ്ങൾ ചെയ്യാനുള്ള മക്കൾ വിനീതും ധ്യാനും അവർക്കിടയിലൂടെ ആളുകളെ വകഞ്ഞു മാറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളത് കാണുന്നുണ്ട്. അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ എനിക്ക് തോന്നുന്നത് ശ്രീനിവാസൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്, വോളണ്ടിയേഴ്സായി തന്നെ അവിടെ ഉള്ളത്. അവർക്ക് അത്ര എളുപ്പത്തിൽ ഈ ആളുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല
എന്ന് വേണം കരുതാൻ. പക്ഷേ എന്തായാലും അത് അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് അവിടെ വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരും. അല്പസമയത്തിനകം മരണാനന്തര കർമ്മങ്ങൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകളുടെ 2ാം ഘട്ടം തുടങ്ങും. അതിനുവേണ്ടിയും മക്കൾ വിനീതും ധ്യാനും കാത്തു നിൽക്കുകയാണ്. കൊച്ചുമക്കളൊക്കെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും ശ്രീനിവാസൻ്റെ ബന്ധുക്കൾ എല്ലാവരും കണ്ണൂരിൽ നിന്ന് പാട്യം ഗ്രാമത്തിൽ നിന്നാണ് ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവർ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി അവിടെ പ്രത്യേക വാഹനങ്ങളിലൊക്കെ എത്തിയിരുന്നു. അവിടെ നിന്ന് 2-3 ബസ്സുകളിലായി ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് രാവിലെ നമ്മൾ പാട്യം ഗ്രാമത്തിൽ നിന്ന് എത്തിയ ഒരാളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിലൊരു അത്ഭുതം, പലരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ശ്രീനിവാസനെ കാണാൻ ഈ വീട്ടിലെത്തുമായിരുന്നു. അങ്ങനെ പാട്യവുമായി കണ്ണൂരുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഇങ്ങനെ മുറിയാതെ കാത്തു സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മോശമായതിനെ തുടർന്ന് അദ്ദേഹം കണ്ണൂരിലേക്കുള്ള യാത്ര തീരെ കുറച്ചു. 1.5 വർഷം മുമ്പാണ് അദ്ദേഹം ഒടുവിൽ അവിടെ എത്തിയത്. അവിടെ അദ്ദേഹവും ഒക്കെ പഠിച്ച ഒരു സ്കൂള്, ആ സ്കൂള് 117 വർഷം അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കിയ സമയത്ത് ആ സ്കൂളിൻ്റെ ഒരു വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ അവിടെ എത്തിയിരുന്നു. അവിടെ ആ വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ നർമ്മം കലർത്തി കുറേ സമയം പ്രസംഗിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരിന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നാടുമായിട്ടുള്ള ബന്ധം പിന്നീട് അദ്ദേഹം നിലനിർത്തി പോകുന്നത് ഇടയ്ക്കിടെ ഇവിടെ എറണാകുളത്ത് വന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെയാണ്. അവർ ഇവിടെ എറണാകുളത്ത് വന്നാൽ ഈ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണും, അദ്ദേഹവുമായി സംസാരിക്കും. അപ്പോൾ അവിടെയുള്ള ആളുകളെ പറ്റി, അവരുടെ ബന്ധുക്കളെ പറ്റി, അവരുടെ ആരോഗ്യ കാര്യങ്ങളെ പറ്റിയൊക്കെ അന്വേഷിക്കും. രാജ്യത്തിന് പുറത്തൊക്കെ പോയി ജോലി തേടുന്ന അവരുടെ ബന്ധുക്കളെ പറ്റി പോലുമൊക്കെ ശ്രീനിവാസൻ അന്വേഷിക്കുമായിരുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഇവിടെ ആ നിലയിലൊക്കെ ഉള്ള ആളുകളുമായി അതായിരുന്നു ശ്രീനിവാസൻ ഒരു ബന്ധം, ആ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചത് അങ്ങനെയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.